തൃശ്ശൂരിൽ നിന്നിപ്പോൾ ശരത് തോങ്ങലൂർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. കാരണം തൃശ്ശൂരാണല്ലോ ഈ സംഭവത്തിന്റെ കേന്ദ്രമെന്ന് പറയുന്നത്. തിരൂർ സതീഷിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. BJPയുടെ മുൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു ഈ പറയുന്ന കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്ന സമയത്ത്. അയാൾ ഈ സമീപകാലത്ത് നടത്തിയ വലിയ വെളിപ്പെടുത്തലുകളാണ് ഈ കേസിനെ വീണ്ടും പ്രേക്ഷക ശ്രദ്ധയിലേക്ക്, പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത്. ആ തിരൂർ സതീഷിന്റെ ഒരു മൊഴി പോലും ED രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരത്ത് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട് പുതിയ വെളിപ്പെടുത്തലുകളെല്ലാം നടത്തിയത് തിരൂർ സതീഷായിരുന്നു. അതായത് 41 കോടി രൂപ കൊണ്ടുവന്നു. BJPയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു ഈ പണ ഇടപാടുകളെല്ലാം നടത്തിയത്. K. സുരേന്ദ്രൻ അതറിയാമായിരുന്നു. ചാക്കിൽ കെട്ടിയാണ് ഈ പണം ജില്ലാ നേതാക്കന്മാരൊക്കെ കൊണ്ടുപോയത് എന്ന ഏറ്റവും ഗൗരവതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയത് തിരൂർ സതീഷായിരുന്നു. പക്ഷേ അയാളുടെ മൊഴി പോലും ED രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നിട്ടൊരു കുറ്റപത്രം നൽകിയിരിക്കുകയാണ് BJP നേതാക്കന്മാരെ കംപ്ലീറ്റ് പുണ്യവാളന്മാരാക്കിയിട്ട്. ഗുഡ് മോർണിംഗ് മനു. ഇന്നലെ നമ്മൾ തിരൂർ സതീഷുമായി സംസാരിച്ചിരുന്നു. തിരൂർ സതീഷും പറയുന്നത് അത് തന്നെയാണ്. ഇതുപോലൊരു വെളിപ്പെടുത്തൽ താൻ നടത്തിയിട്ട് തൻ്റെ മൊഴിയെടുക്കാൻ പോലും തയ്യാറാകാതെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിലൊരു കുറ്റപത്രം നൽകിയിരിക്കുന്നത്. അതായത് സംസ്ഥാന പോലീസിൻ്റെ കണ്ടെത്തലുകളെല്ലാം തള്ളിക്കൊണ്ട് ഇത്തരമൊരു കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നിൽ BJP നേതാക്കളെ രക്ഷപ്പെടുത്തുക എന്നത് മാത്രമാണ്. കാരണം ഇത് വലിയ രാജ്യത്തിന് തന്നെ രാജ്യദ്രോഹ കുറ്റമായി കണക്കാക്കാവുന്ന രീതിയിലുള്ള ഒരു കള്ളപ്പണ ഇടപാടാണ് നടന്നിട്ടുള്ളത്. 9 ചാക്കുകളിലായിട്ട് 6 കോടി രൂപ BJP ഓഫീസിലേക്ക് എത്തിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരിട്ട് കണ്ട വ്യക്തിയാണ് താനെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തിരൂർ സതീഷ് വെളിപ്പെടുത്തുന്നത്. അത് 2023 നവംബർ മാസത്തിലാണ് അത്തരത്തിലൊരു മാധ്യമങ്ങളിൽ അത്തരം വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഇതിനകത്ത് K. സുരേന്ദ്രനും KK അനീഷ് കുമാർ, അന്നത്തെ BJPയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK അനീഷ് കുമാറിനും നേരിട്ട് ബന്ധമുണ്ട് എന്ന കാര്യം കൂടി തിരൂർ സതീഷ് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിനകത്തൊന്നും യാതൊരു രീതിയിലുമുള്ള മുന്നോട്ട് പോക്കിന് അല്ലെങ്കിൽ ഒരു മൊഴിയെടുക്കാൻ പോലും ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തയ്യാറായിട്ടില്ല. അത് കൃത്യമായിട്ട് BJP നേതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലൊരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് തിരൂർ സതീഷ് പറയുന്നത്. ഇതിനകത്ത് തിരൂർ സതീഷ് പറയുമ്പോൾ തന്നെ ഇത്തരത്തിൽ കുറ്റപത്രത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ഥല ഇടപാടിന് കൊണ്ടുപോയ പണം അപഹരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നാൽ സ്വാഭാവികമായിട്ടും ഈ പണത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച് യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും കുറ്റപത്രത്തിനകത്ത് പറയുന്നില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനകത്ത് വളരെ വ്യക്തമാണ് ഈ കാര്യങ്ങൾ BJP നേതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അറിയാവോ? ഈ സ്ഥലം ഇടപാടിന് കൊണ്ടുവന്ന വിഷയം പണമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിലെ BJP നേതൃത്വം അവരുമായി എപ്പോഴും കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്? BJPക്ക് ഈ സ്ഥലം ഇടപാടുമായിട്ട് എന്താണ് ബന്ധം? ഈ പണം കവർന്ന ഉടനെ ആ പ്രദേശത്തേക്ക് BJPയുടെ ട്രഷററായിരുന്ന സുജേഷേനൻ, മധ്യമേഖലാ സെക്രട്ടറി ആയിരുന്ന കാശിനാഥൻ, ഇവരൊക്കെ എത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ധർമ്മരാജനെയും ഒപ്പം തന്നെ പ്രതിയായ റഷീദിനെയും ഒക്കെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുവന്നത് എന്തിനായിരുന്നു? ഏതായാലും BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടമൊന്നുമില്ലല്ലോ ഇവരെയൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് സ്വീകരിച്ചിരുത്താൻ. അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും വസ്തുതാപരമായ മറുപടി ഉണ്ടോ? മനു, ഇത്തരം ചോദ്യങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴും അതിനെയെല്ലാം പല്ലിളിച്ച് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കാരണം പകൽ പോലെ വ്യക്തമാണ് കാര്യങ്ങൾ സംബന്ധിച്ച്. എന്നാൽ ഇത് സംബന്ധിച്ച് ഒന്നുമില്ല എന്ന രീതിയിൽ ഒരു ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള കുറ്റപത്രം ഇത്തരത്തിൽ നേതാക്കളെ എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മനു പറഞ്ഞ പോലെ തന്നെ ഈ ധർമ്മരാജനാണെങ്കിലും അതുപോലെ തന്നെ ഈ റഷീദ് ആണെങ്കിലും ഇതിനകത്തുപെട്ട രണ്ടുപേരും കൃത്യമായിട്ട് BJP നേതാക്കളുമായിട്ട് ഈ കുഴൽപ്പണ ഇടപാട് സംബന്ധിച്ച കാര്യങ്ങളിലെല്ലാം കൃത്യമായി ഇടപാട് നടത്തുകയും അല്ലെങ്കിൽ നിരന്തരം സമ്പർക്കത്തിൽ വരികയും ചെയ്താണ്. ഇത്തരത്തിൽ കൊടകരയിൽ വെച്ച് പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് ഓടിയെത്തിയിട്ടുള്ള BJP ട്രഷററുടെ കാര്യവും മധ്യമേഖലാ സെക്രട്ടറിയുടെ കാര്യവും മനു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ വളരെ പ്രമുഖനായ നേതാവിൻ്റെ മകൻ്റെ ഫോണിലേക്ക് ഇത്തരത്തിൽ ധർമ്മരാജൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇത്തരത്തിൽ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങൾക്ക് കൊണ്ടുപോയ പണമാണെങ്കിൽ അതിനകത്ത് BJP നേതാക്കൾക്ക് എന്ത് പങ്ക് എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിലനിൽക്കുന്നു. എന്നാൽ അത്തരം ചോദ്യങ്ങളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ഒന്നും പരിഗണിക്കാത്ത രീതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 2021 ഏപ്രിൽ മാസത്തിൽ നടന്ന ഈ സംഭവം നടന്നിട്ട് ഏതാണ്ട് 4 വർഷം പൂർത്തിയാകാൻ ഏതാണ്ട് ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിൽ പെട്ടെന്നുള്ളൊരു കുറ്റപത്രം സമർപ്പിക്കലുണ്ടായിട്ടുള്ളത്. ഈ തിരൂർ സതീഷ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുന്നംകുളം കോടതിയിൽ ഒരു 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് തിരൂർ സതീഷ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിട്ടുണ്ട്. ഇന്നലെ തിരൂർ സതീഷുമായി സംസാരിച്ചപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ നിയമ നടപടികൾ അവസാനിക്കുന്നില്ല, താൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് എന്ത് രീതിയിലുള്ള നിയമപരമായിട്ടുള്ള എന്ത് ചെയ്യാൻ കഴിയുമെന്ന കാര്യം തൻ്റെ നിയമവൃത്തങ്ങളുമായി ആലോചിച്ച്
ആലോചിച്ച് ചെയ്യും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. മനു, ശരി, നമുക്ക് നോക്കാം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്.